അടിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കൈസ് അപാര വ്യൂ ആണ്. അതായത് എനിക്ക് അങ്ങ് അറ്റത്ത് ഹിമാലയൻ മലനിരകളിൽ നമ്മളെ ഈ തണുത്ത വെള്ളത്തിനിടയ്ക്ക് ഈ തണുത്ത ക്ലൈമറ്റിന് ഇടയിൽ നല്ല ചൂട് വെള്ളം വരുന്ന ഏരിയ. മലയാളികൾ വന്നിട്ട് എന്തൊക്കെയോ അലമ്പാക്കിയിട്ട് ഇവിടെ മലയാളികൾക്കുള്ള സ്റ്റേ അവർ നിരോധിച്ച് കഴിച്ചു. അതുകൊണ്ട് മലയാളിക്ക് ഫുഡ് കഴിക്കാം, പക്ഷെ സ്റ്റേ പരിപാടി എന്ന് പറഞ്ഞാൽ ചെല്ലില്ലേ അത്യാവശ്യം തിളച്ച വെള്ളമില്ലേ, ചൂടുണ്ട് അത് തിളച്ച ചൂട്. നമ്മൾ ഓൾറെഡി തണുത്ത കൈ കൊണ്ടാണ് കയറി വന്നിരിക്കുന്നത് കൈസ്, ഗ്ലൗ ഇട്ടിട്ടില്ല. പക്ഷെ ഇവരാണ് നമ്മളെ കസോൾ വെച്ച് വളരെയധികം സഹായിച്ച മലയാളികൾട്ടാ. ഇത് അപ്പോട്ടൻ ചേട്ടാ പേര് പറഞ്ഞു സ്നേജി. ഹേ ഗൈസ്, നമ്മുടെ കസോളിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളിത് ഇന്നലെ ഗ്രഹം വില്ലേജിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ നൈറ്റ് ആയപ്പോൾ ഇങ്ങനെ കറങ്ങിയായിരുന്നു ചുമ്മാ. അപ്പോഴാണ് നമ്മുടെ മലയാളികൾ ഒരു ടീമിനെ കണ്ടെത്തിയതല്ല, അവർ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ മലയാളികളാണോ എന്നൊക്കെ വെച്ച് സംസാരിച്ചു. അപ്പോൾ അവരിവിടെ ഓൾറെഡി കസോളിൽ പ്രോപ്പർട്ടി ഉള്ള ടീമായിരുന്നു കേട്ടോ. ഈ എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിക്കലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോക്കാം നമ്മുടെ അടുത്തേക്ക് പോരും, അവിടെ ടെൻ്റ് അടിക്കാം, നല്ല സ്പോട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെ അവർ നമുക്ക് അവരുടെ സ്റ്റേയുടെ അത് ഹോം സ്റ്റേയുടെ നേരെ മേലെ ടെറസിൻ്റെ മേലെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് നിന്നിട്ടാണ്. നമ്മുടെ അടുത്ത് അവർ പറഞ്ഞ് എന്ത് ഇവിടെ അവരുടെ റൂമിൽ ഡോർമെൻട്രിയിലൊക്കെ കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നല്ല നൈസായിരുന്നു. പക്ഷേ നമുക്കതായത് ഇവിടെ മതിയായിരുന്നു നമ്മൾ ടെൻ്റ് അടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇവിടെ ടെൻ്റ് അടിച്ചാണ്ട് ഇവിടെ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ഗൈസ് അപാര വ്യൂ ആണ് കേട്ടോ. അതായത് നോക്കി കാണുന്നുണ്ടോ അങ്ങ് അറ്റത്ത് ഹിമാലയൻ മലനിരകൾ ഇങ്ങനെ നിരന്നിങ്ങനെ അണിനിരത്തിക്കൊണ്ട് ഗൈസ് എന്താ ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു രാവിലെ തന്നെ എണീറ്റ ഉടനെ തന്നെ. പിന്നെ അവരും നല്ല അടിപൊളിയായിരുന്നു, 2 ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ ഒരു ആരുടെ വൈഫാണെന്ന് തോന്നുന്നു. ഒരാൾ മലപ്പുറം പൊന്നാനി ഉള്ളതാണ്, ഒരാൾ കണ്ണൂരുള്ളതാണ്. എന്തായാലും എന്താ പറയുക നല്ലൊരു നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു വൈബ് കിട്ടിയില്ല. പക്ഷേ ഉറക്കമാണെങ്കിലും പക്ഷെ നല്ല നൈസായിട്ട് എന്താ പറയാ നമുക്ക് സേഫ് ആയിരുന്നു. ബാത്റൂം യൂസ് ചെയ്യുന്നതിനെല്ലാവരും ഹോട്ട് വാട്ടർ ഇട്ട് ഞങ്ങൾ ഇന്നലെ കുളിച്ച് കഴിച്ച് വേറെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ നല്ലൊരു കുളി പാസ്സാക്കുന്നത്. സത്യം ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നല്ലൊരു കുളി ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുളിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയും എന്താ ബാത്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ടാ. വേറൊരു കോഴിക്കോടുള്ള വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഷെഫീഖ് എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ കൂടെ ഇങ്ങനെ ഇവിടെ ടൗണൊക്കെ ഒന്ന് കറങ്ങി. എന്നിട്ട് ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ മണികരൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഒന്ന് പോകണം, അവിടെ എന്തോ ടെമ്പിൾ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ചുമ്മാ കണ്ടതിന് ശേഷം വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നായിരിക്കും നമ്മളെ കസോളിലെ ലാസ്റ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും മണികരൻ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ബാക്കി ടെൻറ്റിൽ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് കയറും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നൈറ്റ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെച്ചാൽ ഓക്കെ അല്ലേ, ചില്ലല്ലേ? അതെ അതെ ഇറങ്ങി. അത് എണീറ്റ സമയത്ത് കുറച്ച് അധികം തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ടീഷർട്ടൊക്കെ ചുണ്ടൊക്കെ പൊട്ടി കിസ് അടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊട്ടി അലമ്പൈ ആരെ കിസ് അടിക്കാൻ അതിവിടുത്തെ മലപ്പുറം പോവാ. അയ്യോ. അപ്പോൾ ഗൈസ് നമുക്കിനി മണികരൻ്റെ വിശേഷങ്ങളിൽ പോകാം. ഇപ്പോൾ സമയം ഏകദേശം 12:15 കഴിഞ്ഞു, 1 മണി ആയിട്ടാണ്. ഞങ്ങളിത് ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ. ചായക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് വെച്ചിട്ടാ. അതെ അതിന് മേലെയാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. ഇവിടെ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ നൈസായിരുന്നു. അതിൽ ആ റൂമിലായിരുന്നു നമുക്ക് ബാത്റൂം സെറ്റപ്പൊക്കെ വരും തന്നേട്ടാ. ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളില്ലേ ബാഗൊന്നും അതായത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഈവനിങ് വന്നിട്ട് എടുക്കാം. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിയേ. ചേട്ടനെ പിന്നെ പറഞ്ഞു ഇതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഷെഫീഖ് എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുജിൽ. ചേട്ടൻ്റെ വീട് കോഴിക്കോട്. ഗൈസ് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ടീമാട്ടോ മൊത്തം സീന്. അതെ അതെ ഞങ്ങൾ പോയിട്ട് വരാം എന്തായാലും, ഈവനിങ് ആകുമ്പോൾ വരാം കേട്ടോ. ഓക്കെ. മറ്റേ ചേട്ടൻ അപ്പോട്ടൻ ആയിക്കോട്ടെ പോയിട്ട് വരാം. ഓക്കെ. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി ഇവിടെ നേരെ ബസ് പിടിക്കണം. 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും വണ്ടിക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്, കാരണം ഇടയിൽ പോകുമ്പോൾ കാണാനുള്ള കാഴ്ചകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇവനെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടോ. അവൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് ആൾക്കാരുണ്ട്. ഡേ മോനെ ഡേയ് എന്നടാ അവൻ നല്ല ഉറക്കാണ് കേട്ടോ. മനസ്സിലാവില്ല. അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ ബസ് കയറട്ടെ. കാണുന്നതിനാട്ടോ കസോൾ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാണിച്ചു തരാട്ടോ. ആളുകൾ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചിലർ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ ആളുകളുണ്ട് കേട്ടോ മൊത്തത്തിൽ. മച്ചാവിടെ അവിടെ ഉണ്ട്. പൈസ ഞങ്ങൾ ബസ് കയറിയിട്ടാ. ഇനി അങ്ങോട്ടൊരു നീണ്ട 3 കിലോമീറ്റർ യാത്രയാണ്. അത്രേ ഉള്ളൂ. മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയല്ല ആരൊക്കെയോ
ഞങ്ങളിത് മണികരനെ എത്തിയിട്ടാ. ഇത് വലിയ കൂറ്റൻ പാറക്കെട്ടുകളുടെ താഴെ ഇവിടെയാണ് ബസ് നിർത്തിയത്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചെറിയൊരു വഴിയാണ് കേട്ടോ ടെമ്പിളിലേക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പിള് പരിപാടിയാണുള്ളത് കേട്ടോ. ഈ പഞ്ചാബികളുടെ ഒരു ടെമ്പിളാണ് ഇവിടുത്തെ മെയിൻ ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റ് ഇട്ടില്ല, തണുപ്പ് രാവിലെ കുറവായപ്പോൾ. പക്ഷെ അത് കുറച്ച് പണിയാവുമെന്ന് തോന്നുന്നുണ്ട്. ഇതാണ്ട് ഇതിൻ്റെ എൻട്രൻസ് ഭാഗം. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഏറെക്കുറെ കസോളിൽ വരുന്നവരൊക്കെ ഇങ്ങോട്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടാ. ഓ ദേ പാർവതി നദി തന്നെ ആയിരിക്കട്ടെ ഇത്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഒഴുകിയിരുന്നത് അതുമാണ്. അതിനെ കടന്നിട്ട് ഇപ്പുറത്താണ് കേട്ടോ പള്ളി വരുന്നത്, പക്ഷേ ടെമ്പിൾ വരുന്നത്. ആ ഓക്കെ ഓക്കെ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ എന്നല്ല ഏറെക്കുറെ കസോളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ തണുത്ത വെള്ളത്തിനിടയ്ക്ക്, ഈ തണുത്ത ക്ലൈമറ്റിന് ഇടയിൽ നല്ല ചൂട് വെള്ളം വരുന്ന ഏരിയ. അതൊരു ഇത് കണ്ടില്ലേ, അവിടെ പുക ഒന്നും കണ്ടില്ലേ, നല്ല ചൂട് തിളച്ച വെള്ളം ഉണ്ട്. അത് തിളച്ച വെള്ളം മീൻസ് ചൂടുവെള്ളം. അതിന് വേറെ എന്തെങ്കിലും ഐതിഹ്യം പരിപാടികളുണ്ടോയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇത് കസോളിൽ പൊതുവെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ നേരത്തെ പോയ അവിടെ നദിയുടെ തീരത്ത് തന്നെ അവിടെ വേറെ സ്ഥലങ്ങൾ, നോർമൽ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഓ വളരെ വ്യൂ ആണ് ഗൈസ്. നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നമുക്കിത് ഒരു സംശയം കൂടാതെ എടുത്ത് കുടിക്കാൻ പറ്റൂട്ടാ. നല്ല നൈസായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൊടി മാറിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നത്. മൊത്തത്തിലൊരു അഴുക്കായ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ കൊള്ളാം പരിപാടി. ഒരു നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ കാണുന്ന ചെറിയ ഗ്രാമങ്ങളൊക്കെ പോലെ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇട്ടാ അവിടെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ഫുഡും അതുപോലെ ഫ്രീ അക്കോമഡേഷനുമാണ്. 24 hours, രാവിലെ ഉച്ചയ്ക്ക് ഈവനിങ് നൈറ്റ് ഒക്കെ ഫ്രീ ഫുഡ് ഉണ്ട്. പിന്നെ നമുക്ക് അക്കോമഡേഷനൊക്കെ ഇവിടെ ഫ്രീ ആണെന്നൊക്കെ കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെ എന്തോ ആയിട്ട്, കഴിഞ്ഞ വർഷം തോന്നുന്നു മലയാളികൾ വന്നിട്ട് എന്തൊക്കെയോ അലമ്പാക്കിയിട്ട് ഇവിടെ മലയാളികൾക്കുള്ള സ്റ്റേ അവർ നിരോധിച്ച് കഴിച്ചു. അതുകൊണ്ട് മലയാളികൾക്ക് ഫുഡ് കഴിക്കാം, പക്ഷേ സ്റ്റേ പരിപാടി എന്ന് പറഞ്ഞാൽ ചെല്ലരുത് ഇങ്ങോട്ട്. അല്ല, ഞങ്ങൾക്ക് ഏതായാലും സ്റ്റേ ചെയ്യാനുള്ള ഉദ്ദേശമില്ല. പക്ഷേ മലയാളികൾ അതൊരു ബാഡ് ന്യൂസ് ആണ്. നമ്മളിപ്പോൾ നാളെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നാൽ നടക്കില്ല. കാരണം അവിടെ ഓരോ കഴപ്പന്മാരോരോന്നും ചെയ്ത് വെച്ച് കഴിച്ചു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് ഇവിടുന്ന് നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും. ഉച്ചയത്തെ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ ഉണ്ടോ. ഇവിടെ നിലവിൽ അതിൻ്റെ ഉള്ളിൽ ഫോണും പരിപാടി സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഇവിടെ കുളിക്കാനും ഇതിനൊക്കെ ഉള്ള പരിപാടികളാന്ന് തോന്നുന്നട്ടാ. ഇതെന്റെ മോനെ ചൂടുകളാണ് കേസ്. ഇത് തൊട്ടൂടെ നമുക്ക്. ഓ ചൂടല്ല ഇതില്ലേ, നമുക്ക് നോർമൽ ചൂടല്ല കൈസ്. അതായതില്ലേ അത്യാവശ്യം തിളച്ച വെള്ളമില്ലേ. ചൂടുണ്ട് അത് തിളച്ച ചൂട്. നമ്മൾ ഓൾറെഡി തണുത്ത കൈ കൊണ്ടാണ് കയറി വന്നിരിക്കുന്നത് കൈസ്. ഗ്ലൗ പോലും ഇട്ടിട്ടില്ലെന്ന്. പക്ഷേ നല്ല ചൂട് നിൽക്കാം. അതെന്താ ഇതിൻ്റെ ഈ ഒരു പ്രതിഭാസം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണ് ഒരു പക്ഷേ നല്ല ചൂട് കഴിച്ചത്. അത് ഈ തണുപ്പത്ത് ഭയങ്കര ചൂട്. അതൊരു ഇവിടെ ഉണ്ടില്ലേ മുകളിലൊക്കെ നീരാവിയായിട്ട് വെള്ളം താഴേക്ക് ഉറ്റുന്നു. ചൂടുണ്ട്, പുക പോകുന്നു. അത്രത്തോളം ചൂട് കിട്ടാ. നമുക്ക് നോർമലി ഒന്ന് ഇറങ്ങി ഒന്നും നിൽക്കാനൊന്നും പറ്റില്ല, അത്രയും ചൂടുണ്ട് കേട്ടോ ഇവിടെ. അതെ, അവിടെ നിന്ന് കയറി വരുന്ന ഭാഗത്തന്നെ നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ അയച്ചേക്കണം കേട്ടോ. ഷൂ സോക്സ് ഇല്ലേ, സോക്സ് ഇട്ടിട്ട് പോലും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അത്രയും തണുപ്പാട്ടാ. എന്നിട്ട് എങ്ങനെയാണ് ഈ ചൂടുവെള്ളം വരുന്നതെന്ന് അറിയാത്തത്. അപ്പോൾ ഇങ്ങോട്ട് കയറി ഉടനെ തന്നെ അതെ ഇതൊരു ക്യാപ്പ് പോലെ ഇങ്ങനെ ഇടണം കേട്ടോ. അതെ, മച്ചാണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇതുപോലെ ഇവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇടാൻ പോകും. ഞങ്ങൾ രണ്ടുപേരും ഞാൻ മേലെ പോയി, പക്ഷെ അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവിടുന്ന് പ്രസാദമൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളിത് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം. ഇവിടെയൊക്കെ മൊത്തം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാട്ടോ. ഇവിടെ റൈസും ഉണ്ട്, അതുപോലെ ഒരു റൊട്ടി. ഇതൊരു പ്രസാദം പോലെ തന്നാട്ടോ അവർ. പിന്നെ ഇതൊരു പുളിയുള്ളൊരു ടൈപ്പ് കറി, നമ്മുടെ മോരുകറിയൊക്കെ പോലെ. പക്ഷെ കൊള്ളാം. ഒരു എന്താ പറയുക, നൈസായിട്ട് നോക്കി കഴിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് പരിപാടിയൊക്കെ പോലെയാണ്. ഒരു മോരുകറി കഴിക്കുന്ന ഏകദേശം അതേ ഫീലുണ്ടാവും. ഈ റൈസും കൊള്ളാം, നമ്മുടെ നാട്ടിലെ അരിയുടെ ഒക്കെ പോലെയൊക്കെ തന്നെ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, ഡൽഹി കയറിയതിന് ശേഷം ഇങ്ങനത്തെ അരികളൊന്നും നമുക്ക് വല്ലാണ്ട് കിട്ടിയിട്ടില്ല. ആരാ അത് ഗൈസ്, മച്ചാൻ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കട്ടെ. ഞാനിവിടെ റൈസും കാര്യങ്ങളൊക്കെ വിളമ്പി. അത് കഴിഞ്ഞാൽ ഞാൻ ഒരു സെറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല ചവിട്ടി നിർത്തിയിട്ടാണ്. ഇനി നമ്മൾ പോകാനുള്ള പരിപാടി നോക്കട്ടെ. മച്ചാൻ്റെ ആ സെറ്റ് കഴിഞ്ഞിട്ട് വേണം ഇനി മച്ചാൻ ഊരാൻ.
ഇതിൻ്റെ ഉള്ളിലേക്കും വേറൊരു വഴി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, ചെറിയൊരു ഇടനാഴിക പോലെ. ഇത് പുറത്തേക്കുള്ള വഴി വെച്ചാൽ ഇത് ഇവിടുന്ന് സ്റ്റെപ്പ്. പിന്നെ അതെന്താ ഇതിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. സാധനങ്ങൾ എൻ്റെ ഗൈസ് ഇതുണ്ടല്ലേ, എവിടെ നോക്കിയാലും ഈ കസോളിൽ ഇറങ്ങിയതിനു ശേഷമല്ലേ എവിടെ കയറിയിട്ട് നമ്മളൊന്ന് മേലോട്ട് നോക്കിയാലും അപാര വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, അവിടെയും നല്ല വെള്ള പുതപ്പിച്ച മലകൾ. ആഹാ, മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഗൈസ്. നിങ്ങൾ വരൂ, കസോളിലേക്ക് വരാത്തവർ വരൂ, കണ്ടാസ്വദിക്കും, നേരിട്ട് കണ്ടാസ്വദിക്കും. ഇവിടെ നേരത്തെ പോലെ തന്നെ കേട്ടോ, ചൂട് വെള്ളമാണ് കേട്ടോ. അതാണ് ആളുകൾ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. എൻ്റെ മോനെ എന്താ സുഖം, തിളച്ച് മറിയുന്ന പോലെ അല്ലേ. ഓഹ് സീനാണ് കേട്ടോ, നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മൾ ഈ തണുപ്പത്ത് നേരെ ഇവിടെ വന്നാണ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട് കിട്ടുമ്പോൾ ഭയങ്കര ഫീലാട്ടാ. നല്ല ചൂടുണ്ട് അത്യാവശ്യം. അതായത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിനൊന്നും കൈയിടാൻ പറ്റും തോന്നുന്നില്ല അത്ര. എൻ്റെ മോനെ ജിമുട്ടനൊരു കാളട്ടാ, കണ്ടില്ലേ? അയ്യോ, അവൻ്റെ ഒരു നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എത്ര കിൻഡലാണോ എന്തോ ഇവൻ. ഞങ്ങളുടെ അവിടുത്തെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ കാഴ്ചകളൊക്കെ കണ്ടാണ് പുറത്തിറങ്ങിട്ടാ. അപ്പോഴത്തെ ഈ ഒരു പാലത്തിൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഗ്രില്ലിൽ മൊത്തം പൂട്ടിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. അതുകൊണ്ടാ ഇതൊക്കെ എന്തൊക്കെയോ ആചാരത്തിൻ്റെ പുറത്ത് ആളുകൾ പൂട്ടിട്ട് പോകുന്നതെന്ന് തോന്നുന്നത്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. ഓരോ വിശ്വാസമാണ്, കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ബ്രിഡ്ജ് അവിടം മുതൽ ഉണ്ട്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നൈസായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് എൻട്രി ചെയ്തത് കുറച്ച് അപ്പുറത്തുനിന്നാണ്. ഇങ്ങനെ ചുറ്റി കറങ്ങി നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുറേ അപ്പുറത്തായിപ്പോയി. ഇനിയിപ്പോൾ ബസ് പിടിക്കാൻ നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. എന്താ മൊത്തത്തിൽ നൈസായിരുന്നു മാർക്കറ്റും പരിപാടി. അമ്പലം അതിൻ്റെ ഉള്ളിൽ വേറെ എന്താ പറയുക, ഇവരുടെ തന്നെ വിശ്വാസപ്രകാരമുള്ള എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഹൈ എൻ്റെ മോനെ ഇതിനകത്ത് ചെറിയ പട്ടിക്കുട്ടികൾ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് കേട്ടോ, പാവം. എൻ്റെ മോനപ്പോൾ ഞാൻ പറയില്ലേ, ഈ വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ. കസോളിൽ നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് അവസാനം ഇത് വലിയ പ്രശ്നം, അതായത് എന്താ പറയുക, ഇതൊരു വലിയ സംഭവം അല്ലാണ്ടാവും. കാരണം എവിടെ നോക്കിയാലും വ്യൂ ആണ്. അപ്പുറം ഇപ്പുറം എങ്ങനെയെങ്കിലൊക്കെ ഒരു നല്ല കിടിലം കൂറ്റം മലകളോ നല്ല ഇതുപോലെ ഗ്രാമങ്ങളോ ഇതൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നു, കസോളിലേക്ക് തന്നെ പോകുന്നു. ഇവിടുന്ന് ആ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അവിടെ തിരിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റ് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി ബാക്കി പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്ലീസ് കസോൾ ഇറങ്ങിയിട്ടോ വണ്ടി. കസോളിലെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് അടിക്കാമെന്ന് കരുതുന്നത്. ഞങ്ങൾ രാവിലെ ഒന്ന് ഇതിൽ പോയായിരുന്നു, ഒന്നുകൂടെ ചുമ്മാ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടില്ല. എന്താ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഇതുപോലെ ഈ ഡ്രീം ക്യാച്ചർ പരിപാടികൾ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഈ മറ്റേ തണുപ്പിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനൊക്കെ പറ്റിയതേ അതെല്ലാ കടകളിലും ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. പക്ഷെ നല്ല റേറ്റാണ് കൈസ്. ഇവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നത് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഇതെല്ലാം കൊള്ളാട്ടെ, ഇങ്ങനത്തെ പരിപാടികൾ, ഇതൊക്കെ ബ്രേസ്ലെറ്റ് ഇങ്ങനത്തെ ഒക്കെ. കേരള വാല മാലു കേരള. ഓ അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സമയം ഇവിടെ ഒടുക്കത്തെ വിലയാണ് കഴിച്ചത്. എന്ത് സാധനങ്ങൾ നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന ഈ ബ്രേസ്ലെറ്റ്, കീ ചെയിൻ പരിപാടി എന്തെങ്കിലും കിട്ടുന്നതായിട്ട് നോക്കിയിട്ട്. അപ്പോൾ കൊച്ചിന് ചെറിയൊരു എന്താ പറയുക, ഒരു ബാഗല്ല, ഒരു ഇതുപോലെ നേരത്തെ കണ്ട ആശം തന്നെ കേട്ടോ. മൂസിൻ ഫാറൂഖ് നമ്മൾ നേരത്തെ മുമ്പേ പരിചയമുണ്ട്. ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. ഞങ്ങളത് ഒരുമിച്ച് മേടിക്കാൻ വേണ്ടി ഒരു പേന നോക്കി 250 രൂപ ഒരു പേനയ്ക്ക്. ആ മച്ചിട്ടൊക്കെ മറ്റേ ഇത് വെക്കുന്നില്ല. ഇതെന്തിനാ ഈ ഗെയിം? चाय വെക്കുന്ന चूड़ വെക്കാൻ ടേബിളില് गरम के नीचे इधर ही सीटा। ओ कितना 1000 है 500 है 500 രൂപ ഗയ്സ്. ചായ അതായത് 5 രൂപ 50 ചായ അടിച്ച എത്ര മച്ചാ? 500 രൂപ. 50 ചായ അടിക്കുന്ന പൈസക്ക് നമുക്ക് ചൂടുണ്ടെങ്കിൽ ഇവിടെ വെക്കാം. 50 ചായ 2 കിലോ. നമ്മൾ കൊച്ചിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് പരിപാടി സെറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒടുക്കത്തെ വില. ചേട്ടാ മലയാളിയാ?
മലയാള മലയാള ഓ മലയാളം മലയാളം കഴപ്പ് ആവശ്യമില്ലാത്ത കഴപ്പ് പോയേക്കാം വെറുതെ എന്തിനാ വിളിക്കുന്നത് നമ്മ വിലപേശൽ കൊണ്ട് ഏറ് ഞാൻ ഈ വിലപേശാനെ കുറച്ച് ബാക്കിലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പ്രൊഫഷണലായി ഐ ഡി കൊഞ്ച ഐ ഡി ഇൻസ്റ്റ ഐ ഡി അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടേ തിരിച്ച് നമ്മൾ ടെൻ്റ് അടിച്ചു കൊടുത്തേക്ക് നമ്മുടെ വൈറ്റ് ഹൗസിലേക്ക് പോകണ്ടോ. വൈറ്റ് ഹൗസ് എന്നാണ് ഇവരുടെ ഈ പ്രോപ്പർട്ടിയുടെ പേര്. നൈസാണ് അവർ. എന്താ നിങ്ങളാരെങ്കിലും കസോളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇൻസ്റ്റ ഐ ഡി താഴെ കൊടുക്കാം. വൈബാണ് അവിടെ. മലയാളികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളികൾക്ക് മാക്സിമം ഈ മലയാളീസിൻ്റെ പ്രോപ്പർട്ടി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നുകൂടെ എന്താ ചില്ലാക്കാനും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാനൊക്കെ അവർ നൈസാണ്. പിന്നെ നല്ല സ്നേഹമാണ്. ഇതാണ് ഇവരുടെ ഒരു പ്രീമിയം റൂംസ്. ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1200 രൂപയാട്ടാ. അതായത് റൂം 2 നേരത്തെ 1200 രൂപ. അതിൽ 2 നേരത്തെ ഫുഡ് ഉണ്ടാവും, പിന്നൊരു എന്താ പറയുക ട്രക്കിംഗ് ഉണ്ടാവും നമ്മളിപ്പോൾ പോയ സ്പോട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇവരുടെ അടുത്ത് യാത്ര പറയാനാണ്. ഞാൻ ഇതുവരെ കാണിച്ചില്ല. അവിടെ വെച്ച് കണ്ടത് ഇവരാണ് നമ്മളെ കസോൾ വെച്ച് വളരെയധികം സഹായിച്ച മലയാളികൾ കേട്ടോ. ഇത് അപ്പൂട്ടൻ ചേട്ടാ പേര് പറഞ്ഞു സ്നേഹിജിത്ത് എന്നാ പേരില്ലേ? സ്നേഹിജിൻ. അതെ സ്നേഹിജി എന്നാണ് ഇവരൊക്കെ വിളിക്കുന്നത്. കൊള്ളട്ടെ. എന്നിട്ട് ചേട്ടൻ്റെ സ്ഥലം എവിടെയായിരുന്നു? മലപ്പുറം പൊന്നാനിക്കാരനുണ്ടാവും ഇവര്. മലപ്പുറത്തെ സ്നേഹം കാണിക്കുന്നുണ്ട് പുള്ളി. ഇവരുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെയും അതുപോലെ ഇന്നൊക്കെ ഇത്രയും സമയമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനും ഇതിനൊക്കെ പറ്റിയത്. പക്ഷെ ഞങ്ങളടുത്ത് വന്ന ഉടനെ തന്നെ ഇവിടെ ഡോർമെൻ്ററിയൊക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല. ഞങ്ങൾ ടെൻ്റ് അടിക്കണമെന്ന് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ചേട്ടാ. ഒരുപാട് താങ്ക്സ്. എന്താ ഞാൻ ഇവരെ ഞങ്ങൾക്കിവിടെ എല്ലാം കിട്ടി. ഇത് ഞങ്ങള് അതെ അല്ല ഞങ്ങളത് പറഞ്ഞു. നമുക്ക് ഇതിലും വലിയ സ്നേഹം വേറെ വേണ്ടട്ടാ. അല്ലാത്തൊരു പ്രശ്നമില്ല. നമ്മളിവിടെ സന്തോഷിക്കാൻ വന്നതാണ്. കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മളെ കെയർ ഓഫിൽ വരുന്നവർക്ക് ഇവര് പ്രത്യേക ഡിസ്കൗണ്ട് തന്നെ തരുന്നതാണെന്നാണ് പറഞ്ഞേട്ടാ. അപ്പൊ നിങ്ങൾ വരുന്ന പോലെ എന്തായാലും വൈറ്റ് ഹൗസ് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ ഇവരെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാ. ബാക്കി നമ്പറും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. പോയോ? പിന്നെ നമ്മളെ ഷെഫീഖ് ബ്രോ പുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി നൈസായിരുന്നു. പുള്ളി നമുക്ക് ഇവിടെ കുറെ സ്ഥലങ്ങൾ ചുറ്റി കാണിച്ചു തന്നു. അതെ അതിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇപ്പൊ ഞങ്ങൾ പോകാനുള്ള ബസ്സിൽ കയറി ഇരിക്കാം. ഓൾറെഡി നമ്മൾ അതായത് തിരിച്ചു പോകുന്നത് ബസ്സും ട്രെയിനും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ് ട്രെയിനുള്ളത്. കൺഫേം ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ബസ്സിലാണുള്ളത്. ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഒരു 10 മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും. രാവിലെ ഒരു പുലർച്ചെ 5 മണിയാകുമ്പോൾ അത് ചണ്ഡീഗഡ് എത്തും. അവിടുന്ന് രാവിലെ 9:30 ചണ്ഡീഗഡിൽ നിന്ന് ഡയറക്റ്റ് കേരളത്തിലോട്ട് വണ്ടി. ഇങ്ങനെയാട്ടോ ഞങ്ങളുടെ അത് 2.5 ദിവസത്തോളം ഒരു 56-54 അങ്ങനെ എന്തോ അവർ ട്രാവലുണ്ട്. 2.5 ഇല്ല എന്തായാലും 2 ദിവസത്തിന് മേലെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അതൊക്കെയായിരുന്നു നമ്മുടെ കസോൾ വിശേഷങ്ങൾ. മൊത്തത്തിൽ നൈസായിരുന്നു. നമ്മുടെ കേരള ടീംസ് അവരാണെങ്കിലും ചില്ലായിരുന്നു. നല്ല നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു അവസാനം ഒരു വൈൻഡപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അവരുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം. ബൈ.